വൈശാലി എവിടെ പോവാ? ചിക്പേട്ടിൽ എന്നാ വിശേഷം? അവിടെ ഞങ്ങൾ ഇപ്പൊ ക്രിസ്മസ് വിന്റർ ആയല്ലോ, അപ്പൊ ക്രിസ്മസ് തീമില് വീടൊക്കെ ഇനി ഡെക്കറേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അർജുൻ പറഞ്ഞു അവിടെ പോയി കഴിഞ്ഞാൽ വില കുറവിന് വീടൊക്കെ ക്രിസ്മസ് തീമിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നു. ഞാൻ പറഞ്ഞൊന്നുമില്ല, ചുമ്മാ പറയുക. ഇല്ലില്ല, അർജുൻ പറഞ്ഞു. അപ്പൊ എന്തായാലും പോയി നോക്കട്ടെ, എന്തായാലും അത് മേടിച്ചിട്ട് വരുന്നുള്ളൂ. അവിടെ പോയിട്ട് വിലക്കുറവിന് സാധനം ഒന്നും കിട്ടിയില്ലല്ലോ. കിട്ടിയില്ലെങ്കിൽ നമ്മൾ കിട്ടുന്നിടത്തൊന്നും വാങ്ങിച്ചിട്ട് എന്തെങ്കിലും വാങ്ങിച്ചിട്ടേ വരുന്നു. അതെ അതെ, ഇപ്പം അത്യാവശ്യം നല്ല ട്രാഫിക് ഒക്കെ ഉണ്ട് കേട്ടോ. ട്രാഫിക് ആയി തുടങ്ങി. നട്ടുച്ചയായി, ഇന്ന് സാറ്റർഡേ ആണ്. ഞങ്ങളപ്പം നോർമലി കാറിലെ ബൈക്ക് എടുത്താണ് പോകാറ്. ഇന്ന് വെറൈറ്റി ആയിട്ട് ഞങ്ങൾ ഓട്ടോ ബുക്ക് ചെയ്തില്ലേ. ഒത്തിരി കാലമായി. പിന്നെ ഇവിടെ പോയത് ഭയങ്കര തണുപ്പ് കേട്ടോ, ഭയങ്കര പുറത്തൊക്കെ നല്ല മഞ്ഞൊക്കെ കേട്ടോ. മഞ്ഞ ഇപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് കാണത്തില്ല, പക്ഷെ ഞങ്ങൾക്ക് നല്ല നല്ല മഞ്ഞാണ്, നല്ല തണുപ്പുണ്ട്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അതെ, വൈശാലിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞ് അവളുടെ മൂഡ് മാറിയപ്പോൾ ഞങ്ങൾ പെട്ടെന്നൊരു കട കണ്ടപ്പോൾ കയറിയതാ. വേണ്ട ദോശ എങ്ങനെയുണ്ട്? ദോശ പിന്നെ എങ്ങനെ, ദോശ ഇഡ്ഡലി എങ്ങനെയാ വന്നാലും കഴിച്ചോളൂ അല്ലേ? ഫീറ്റ് ഉണ്ട് ഇത്. അത്ര 1000 അല്ലേ പറയുന്നത് എടി? എനിക്ക് തോന്നുന്നു ഇവർ ഇച്ചിരി റേറ്റ് കൂടുതലാണ് പറയുന്നതെന്ന്. നമുക്ക് ഇവിടെ അടുത്തുള്ള 2-3 കടയുണ്ട്, അവിടെ പോയി ഏറ്റവും റേറ്റ് കുറവിനും മേടിക്കാൻ നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? ഇത്രയും പോരല്ലോ, ഇനിയും വേണ്ടേ? ഈ കടയിൽ ചേട്ടൻ പറയുന്നത് ഇപ്പം മുകളിൽ ഇവർക്ക് തന്നെ ഒരു ഷോപ്പുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട്, അവിടെ കുറച്ചുകൂടെ ചീപ്പായിട്ട് കിട്ടുമെന്ന് പറഞ്ഞത്. എന്നാ അങ്ങനെയല്ലേ വൈശാലി പറഞ്ഞു? എനിക്ക് ഹിന്ദി അത്ര വശമില്ല, മുറി ഹിന്ദിയാ കേട്ടോ. വൈശാലിക്ക് കറക്റ്റ് ആയിട്ട്. വൈശാലി പണ്ട് ധാരാവിയിലായിരുന്നു. അത് വേണ്ടില്ലേ ധാരാവി? എന്തായാലും അവര് മുകളിലോട്ട് കയറി ചെല്ലാൻ പറഞ്ഞു. അവിടെ കുറച്ചുകൂടി ചീപ്പാ, ഹോൾസെയിൽ ആയിട്ട് അവിടെ വിൽക്കുന്നത്. എന്തായാലും പോയി നോക്കാം, ഒരു തുരങ്കം പോലൊരു വഴിയാ, പുറകെ കൂടെ ഒക്കെ കയറി പോകണം. എങ്ങോട്ടാ കൊണ്ടുപോകുന്നൊന്നും അറിയില്ല. പോയാലോ? ഇവിടെ സ്നോ പോലത്തെ ചെറുത് അത് വേണോ? സ്നോ വേണോ? ഇടയ്ക്ക് സ്നോ ഉള്ളതല്ലേ രസമുള്ളൂ, ഫുള്ള് സ്നോ ആകുമ്പോൾ രസമുണ്ടോ? മഞ്ഞ് വീണ് തകർത്തുന്നു. ഈ ചെണ്ടയൊക്കെ എടുത്തോ, വേണമെന്നൊക്കെ ഇടുന്നുണ്ട്. പച്ചയും കൂടെ രസം കാണൂല. നമ്മുടെ വിടവുള്ളതല്ലേ? ഏതാ ഇതാ? എങ്ങനെ വെക്കുന്നു? അത് അതിനോട് ചേരും, എല്ലാരും വെക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളതാ. മണ്ടക്ക് അവിടെ എവിടെയൊക്കെ ആയിട്ട് വെക്കും. സാന്ത എടുക്കണം. സാന്തയ്ക്ക് എന്നായിരിക്കും വില? ഈ സാന്തയ്ക്ക് എന്നാ റേറ്റാ? 70. ഇവിടെ ചെറുതുണ്ട്, അതിന്റെ ചെറുത് ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ചെറുതുണ്ട്, വലുതുണ്ട്, ഏതാ വേണ്ടത്? ചെറുത് മതി. എന്നാ ചെറുതെടുത്ത്. ആ ഒന്നായിട്ട് ഒന്ന് ഇതായിരിക്കും. ഗോൾഡൻ റെഡ്, സിൽവർ, ഗോൾഡ് റെഡ്. ഗോൾഡ് ഇല്ല, ഗോൾഡ് വേണം. ഫ്ലാഷ് വയ്ക്കാം. ഇവിടെ കുറെ ബോളുണ്ട്, സെറ്റ് ഉണ്ട്. നമുക്ക് നമ്മുടെ തന്നെ പറ്റും, നമ്മൾ ചെറുതാ. गोल्ड कलर है, छोटा वाला नहीं है। उसको कितना भैया? गोल्ड ചെറുത് കിട്ടിയാൽ അല്ലെങ്കിൽ പൈസ കൂടാൻ നമ്മൾ എടുക്കത്തില്ല. കളർഫുള്ളിനേക്കാൾ എനിക്കിഷ്ടം മറ്റേതാ. ഇതല്ലേ രസം? പള്ളിപ്പെരുന്നാൾ ലുക്കായിരിക്കും. സ്നോമാന്റെ ചെറുത് നമ്മൾ എടുത്തായിരുന്നു. ആ സ്നോമാനെ താഴെ വെക്കുന്ന അവര്, താഴെ അതും തൂക്കിയിടാം. ഈ സ്റ്റാറാണ് അർജുന് ഏറ്റവും ഇഷ്ടപ്പെട്ടേക്കുന്നത് കേട്ടോ. വേറൊരു കടയിൽ ഇത് കണ്ടു. എല്ലാവരും ആ സ്റ്റാർ നോക്കിക്കോളൂ, കത്തുന്നില്ല. ആ കൊള്ളാം, അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. മറ്റേ ഇതുണ്ടോ, നിയോൺ കളറില്ല? നിയോൺ വേണ്ട, ഇതല്ലേ രസം. അവിടെ അവിടെ കണ്ടേ വേറെ ടൈപ്പ്, ഇതിന്റെ വേറെ ഇത്രയും കളർ ഇല്ലായിരുന്നു. അവിടെ ഇത്രയും കളർ ഉണ്ടായിരുന്നില്ല, അപ്പൊ അതായിരുന്നു കുറച്ചുകൂടെ എലഗന്റ്.
അപ്പം നമ്മുടെ ഏകദേശം ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ട്രീ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ എല്ലാം ഹോൾസെയിലായിട്ട് തന്നെ മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലുള്ള ഷോപ്പിൽ നിന്നായിരുന്നു. ഞങ്ങളുടെ ഏകദേശം ഷോപ്പിംഗ് കഴിഞ്ഞു. അത്യാവശ്യമായിട്ടും വെള്ളം കുടിക്കണം അല്ലേ? ഇതാകുന്നില്ലേ? വെള്ളം ഇവിടെ കിട്ടുമെന്ന് അറിയത്തില്ല. തപ്പണം ഗൈസ്, അടുത്ത് കേട്ടോ. ഗൈസ്, അപ്പം നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങി. വിചാരിച്ച സാധനം എല്ലാം കിട്ടിയിട്ടുണ്ട്. വൈശാലി ട്രീയും തൂക്കി വരുന്നുണ്ട്. സെക്കൻഡ് റൈറ്റ് എന്നല്ലേ പറയുന്നത് മെയിൻ റോഡ്? സെക്കൻഡ് റൈറ്റ്, ഓക്കെ. അപ്പം അങ്ങനെ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുക. ഏകദേശം 6 മണിയായിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇരുട്ടി കേട്ടോ ഇവിടെ. ഇരുട്ടിന്ന് മാത്രമല്ല, അതുപോലെ തിരക്കാം. സന്ധ്യ ആയപ്പോഴത്തേന് എല്ലാവരും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടേ, ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഭയങ്കര തിരക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്കിനിയും വരുന്ന വീഡിയോയിലൊക്കെ വെച്ച് കാണാം. ഓക്കെ, വൈശാലി കാണിച്ചു തരും കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്, സീ യു അണ്ടിൽ ബൈ. ബൈ ബൈ. പോകത്തില്ല. What?